രാവിലെ ദിവസമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സക്രിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങൾ യഹൂദാഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകം ആക്കും. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ചിന്തിക്കുന്ന ദൈവവചനം പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ യഹൂദാ ഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകം ആക്കും എന്നുള്ളതാണ്. പ്രൈസലോ. ഇവിടെ ദൈവജനത്തിന്റെ ഭാവിയെ കുറിച്ചാണ് സക്രിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം ഹല്ലേലൂയ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. മശിഹായുടെ ഭരണത്തെ തുടർന്നുണ്ടാകുവാൻ പോകുന്ന ഫലസമൃദ്ധിയെക്കുറിച്ചാണ് ഈ അധ്യായം വ്യക്തമാക്കുന്നത്. ഈ സമൃദ്ധി ദൈവം നൽകുന്ന മുൻവഴിയും പിൻവഴിയും ആസ്പദമാക്കിയുള്ളതാണെന്ന് ഹോശേയയുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിലും ഹല്ലേലൂയ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ന്റെ ഹല്ലേലൂയ സ്തോത്രം 23 ഭാഗമൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ അതിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന വേദ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മഴയ്ക്ക് വേണ്ടി ഹല്ലേലൂയ മന്ത്രവാദങ്ങളിലും ഗൃഹബിംബങ്ങളിലും ആശ്രയിച്ച ഒരു കാലഘട്ടമുണ്ട്. അല്ലേ? അങ്ങനെയുള്ള മിഥ്യാപ്രവൃത്തികളെ ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രവാചകനെ അവരെ പ്രബോധിപ്പിക്കുന്ന ഭാഗമാണ്. ഇപ്പോഴത്തെ ബലഹീനമായ നേതൃത്വം മാറി ശക്തമായ നേതൃത്വം യഹൂദാ ഗൃഹത്തിന് ഉണ്ടാകും എന്ന് അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ഈ അധ്യായത്തിനകത്ത് ദൈവം തന്റെ ജനത്തെ നോക്കി, യഹൂദ ജനത്തെ അഥവാ ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് പറയുകയാണ്, യഹൂദ ഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടം. അപ്പൊ യഹൂദ ഗൃഹത്തെ, ഇസ്രായേൽ ജനത്തെ ദൈവം തന്റെ ആട്ടിൻകൂട്ടമായി കണ്ട് അവരെ സന്ദർശിച്ച് അവരെ പടയിൽ ഹല്ലേലൂയ തനിക്ക് ഹല്ലേലൂയ മനോഹര തുരകം ആക്കും, കുതിരകളെ പോലെ ആക്കുന്ന. പ്രൈസലോ. ഈ വചനം എല്ലാ കാലഘട്ടത്തിലും യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസലോ. കർത്താവ് നമ്മെ സന്ദർശിക്കുന്നു. കർത്താവ് ശ്രേഷ്ഠ കുതിരയായി നമ്മെ നിർത്തുകയാണ്. ദൈവം നമ്മെ സന്ദർശിച്ച് പടയ്ക്ക് നിൽക്കുന്ന കുതിരകളെ പോലെ ശ്രേഷ്ഠമായ കുതിരകളാക്കി ദൈവം നമ്മെ മാറ്റുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. ഇപ്പം കർത്താവ് ഒരു ദിവസം യോബിന് അല്ലെങ്കിൽ യുദ്ധക്കുതിരയുടെ വീര്യത്തെക്കുറിച്ച് ആമി സംസാരിച്ച് കാണാൻ കഴിയും. ഇവിടെ യഹോവയായ ദൈവം ഒരു ദിവസം യോബിനോട് കുതിരയുടെ വീര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഹല്ലേലൂയ. ആ ഭാഗം നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഭാഗം. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, യോബിന്റെ പുസ്തകം 39-ാം അധ്യായം എന്റെ 19 മുതലുള്ള വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയത്. അവരിങ്ങനെ എഴുതിയിരിക്കുന്നു, കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്, അതിന്റെ കഴുത്തിന് നീയോ പുഞ്ചിരോമം അണിയിച്ചത്. ആമി നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു. അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു. വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല. അല്ലെങ്കിൽ അതിന് എതിരെ ആപനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു. അല്ലെങ്കിൽ അത് ഉഗ്രവും കോപവും പൂണ്ട നിലം വിഴുങ്ങുന്നു. കാഹളനാമതം കേട്ടാൽ അത് അടങ്ങി നിൽക്കുകയില്ല. ഹല്ലേലൂയ. ദൈവവചനം പറയുന്ന ഭാഗമാണ്. വിടുവായി അടങ്ങി നിൽക്കുകയില്ല. അല്ലെങ്കിൽ കാഹളനാമതം ധ്വനിക്കുന്തോറും അത് ഹാ ഹാ എന്ന് പിനയ്ക്കുന്നു. പടയും പടനായകന്മാരുടെ ആമി സ്തോത്രം മുഴക്കവും ആർപ്പും ദൂരത്തുനിന്ന് മടക്കുന്നു. നിന്റെ വിവേകത്താലോ പരുന്ത് പറക്കുകയും ചിറക് തെക്കോട്ട് വിടത്തുകയും ചെയ്യുന്നത്
എന്നൊക്കെയുള്ള വിവിധ ചോദ്യങ്ങൾ, കുതിരയുടെ വീര്യത്തെക്കുറിച്ച്, കുതിരയ്ക്ക് ദൈവം കൊടുത്ത ശക്തിയെക്കുറിച്ച്, കുതിരയെ ദൈവം ഉപയോഗിക്കുന്ന ചില വിധങ്ങളെക്കുറിച്ച്, യുദ്ധത്തിൽ കുതിര നിൽക്കുമ്പോൾ ആമീൻ ആമീൻ അണികൾക്ക് നേരെ വരുന്ന പടയെക്കുറിച്ച് മണത്തറിയുവാൻ, അതിനോട് എതിർത്ത് നിൽക്കുവാൻ ഹുങ്കാര പ്രതാപത്തോടെ അതിന്റെ നേരെ മിന്നുന്ന അമ്പുകളും വാളുകളും വന്നാലും അല്ലേരിയ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ കഴിയുന്ന ശക്തിയാണ് കുതിര എന്ന് പറയുന്നത്. അപ്പൊ ഏത് പ്രതികൂലത്തെയും അല്ലെങ്കിൽ അതിജീവിക്കുവാൻ കുതിരയ്ക്ക് കഴിയുമെന്ന് യോബിനോട് ദൈവം പറയുക. ഇതിനൊക്കെ ശക്തി കൊടുത്തത് നീയാണോ? നമ്മൾ യോബിന്റെ ജീവിതത്തിൽ വന്നുപോയ കഷ്ടനഷ്ട ദുഃഖ വേദനകളുടെ നടുവിൽ ഒരുപക്ഷെ മനുഷ്യൻ എന്നുള്ള നിലയിൽ അടിപതറി പോകാനുള്ള സാധ്യതയുണ്ട്. തന്റെ സ്നേഹിതന്മാർ തനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോഴും യോബിന് ഒരുപക്ഷെ ഹൃദയത്തിൽ തകർച്ച വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാലത്തിലാണ് ദൈവം യോബിനോട് ഇങ്ങനെ ചോദിക്കുന്നത്, സ്തോത്രം, കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്, അതിന്റെ കഴുത്ത് നീയോ ശക്തി കൊടുത്തത്, അതിന്റെ കഴുത്ത് നീയോ കുഞ്ചിരവും അണിയിച്ചതെന്നൊക്കെ ചോദിക്കുന്നത്. അല്ലേരിയ യോബിനെ ദൈവം ബലപ്പെടുത്തുകയാണ്, ശക്തിപ്പെടുത്തുകയാണ്, തളരാതെ നിൽക്കുവാൻ. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗോത്രത്തെയും ദൈവം അവർ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, പടയിൽ അല്ലെങ്കിൽ മടുത്തു പോകാതെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ ദൈവം അവരെ കുതിരകളെ പോലെ നിർത്തുന്നു എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുവാൻ കാണാൻ കഴിയും. രക്തം ചെയ്യും. ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയാട്ട് ഇസ്രായേൽ രാജ്യത്തിന്റെ രൂപീകൃത സമയം തൊട്ട്, ഇസ്രായേൽ രാഷ്ട്രം ഉടലെടുത്ത നാളുകൾ തൊട്ട് അല്ലേരിയ വളരെ പ്രതിസന്ധികൾ ഇസ്രായേൽ ജനം അനുഭവിക്കേണ്ടി വന്നു. വളരെ യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു. ആയുധപാണികളായിരിക്കുന്ന വില്ലാളി വീരന്മാർ, തീവ്രവാദ ഭീകരവാദികൾ ഇസ്രായേലിനെ ഭൂമുഖത്വം തുടച്ചു നീക്കുവാൻ വേണ്ടി പല ആവർത്തി ശ്രമിച്ചു. പല രാജ്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിന്നു. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ യഹൂദ ഗോത്രമായിരിക്കുന്ന, യഹൂദ ഗൃഹമായിരിക്കുന്ന ഇസ്രായേലത്തെ തന്റെ ആട്ടിൻകൂട്ടത്തെ പോലെ ദൈവം സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരങ്കങ്ങളായി ശക്തിയുള്ള, കുതിരശക്തിയുള്ള ബലം കൊടുത്ത് അവരെ നിർത്തിയിരിക്കുന്ന കാണാൻ കഴിയും. ഈ വാക്യത്തെ ആസ്പദമാക്കി നമ്മൾ ഇന്നത്തെ ഇസ്രായേലത്തെ പഠിച്ചാൽ മതി. അവർ പടയിൽ ദൈവത്തിന് പടയിൽ അവർക്ക് മനോഹര തുരങ്കങ്ങളായി കുതിരശക്തിയോടെ നിർത്തിയിരിക്കുക. അവരെ തകർക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുന്ന സകല മിസൈലുകളും ബോംബുകളും അവർക്കെതിരെ കൊണ്ടുവരുന്ന സകല ചാരപ്രവർത്തികളെയും ഇസ്രായേൽ മണത്തറിയുന്നു എന്ന് പറയുന്നത്. കുതിരകൾ തങ്ങൾക്ക് നേരെ വിടുന്ന പടയാളികളെ മണത്തറിയുന്നത് പോലെ ഇസ്രായേൽ മണത്തറിയുക. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിന് കരുതൽ കാണാൻ കഴിയും. യഹൂദ ഗോത്രമായിരിക്കും, അതായത് യഹൂദ ഗൃഹമായിരിക്കുന്ന ദൈവജനത്തെ കുറിച്ച് ദൈവത്തിന്റെ കരുതൽ എത്ര ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, കാലകാലങ്ങളായി ദൈവസഭയെ ഭൂമുഖത്വം തുടച്ചു മാറ്റുവാൻ, ദൈവസഭയെ ഇല്ലായ്മ ചെയ്യുവാൻ, ദൈവജനത്തെ ഇല്ലായ്മ ശത്രു സന്നാഹം പല വിധത്തിൽ ഒരുക്കിയിട്ടും, ശത്രു സൈന്യങ്ങൾ എഴുതിയിട്ടും, അവർ പടയായി അണിയണിയായി വന്നിട്ടും ദൈവസഭയെ ഭൂമി നിർമൂലം ചെയ്യുവാൻ പലരും ശ്രമിച്ചിട്ടും ഇന്നും ദൈവസഭ ശക്തിയോടെ തല ഉയർത്തി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? യുദ്ധത്തിന് ചമയിച്ചു നൽകിയ കുതിരകളെ പോലെ അവർ നിൽക്കുന്നതിന്റെ കാരണം ദൈവം അവരുടെ കൂടെയാണ്. ദൈവം ദൈവജനത്തിന്റെ കൂടെയാണ്. അപ്പൊ യഹൂദാഗൃഹമായിരിക്കുന്ന ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ് ദൈവസഭ. അതിനെതിരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ ദൈവം തന്റെ ജനത്തെ, ദൈവം തന്റെ മക്കളെ പടയിൽ അണിനിരത്തിയിരിക്കുന്ന കുതിരകളെ പോലെ ദൈവം അവർക്ക് ശക്തി കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഹല്ലേലൂയ, അവർ ഈ ലോകത്തിന്റെ ശത്രുവിന്റെ മുമ്പിൽ തലകുനിക്കാതെ അവരുടെ മുമ്പിൽ സുവിശേഷം ശക്തമായിട്ട് വിളിച്ചു പറയും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയാട്ടും സുവിശേഷത്തിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. സുവിശേഷം നാം വിളിച്ചു പറഞ്ഞതുകൊണ്ട്, സുവിശേഷം പറഞ്ഞതുകൊണ്ട്, സുവിശേഷം ഒരാളോട് നാം അറിയിച്ചത് കൊണ്ട് എന്താണ് ജനത്തിന് ദോഷം ചെയ്തത്, എന്താണ് നമ്മൾ ദ്രോഹം ചെയ്യുന്നത്. ഹല്ലേലൂയ.
സുവിശേഷം എന്ന് പറയുന്ന മഹാസത്യം ഏതൊരു പാപിയെയും പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് പാപസ്വഭാവത്തിൽ അകറ്റി അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന ശക്തിയേറിയ വചനമാണ് സുവിശേഷം. ദൈവത്തിന്റെ വചനമാണ്. ആ വചനം വിളിച്ചു പറയുമ്പോൾ ഒരു കൂട്ടം ജനം അല്ലേലൂയ എതിർത്ത് നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? വചനത്തെ അവർ പേടിക്കുന്നു, യേശുവിനെ അവർ ഭയപ്പെടുന്നു. അല്ലേലൂയ. രോഗശക്തികൾ ഒന്നടങ്കം എഴുന്നേറ്റാലും ദൈവസഭ ശക്തമാണ്, രക്തം ചെയ്യും. അല്ലേലൂയ. അപ്പൊ സുവിശേഷം വിളിച്ചു പറയുക എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ മാനസാന്തരമാണ്. അല്ലേലൂയ. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ നേരിടുന്ന എത്രയോ കുലപാതകങ്ങൾ, എത്രയോ അരാജകത്വങ്ങൾ, പീഡനങ്ങൾ, വാണിഭങ്ങൾ, അല്ലെങ്കിൽ അക്രമങ്ങൾ, മോഷണങ്ങൾ, പിടിച്ചുപറികൾ, അല്ലെങ്കിൽ വാണിഭക്കാർ, സ്ത്രീ മാഫിയക്കാർ, ഭൂമാഫിയക്കാർ, കള്ളപ്പണ ഇടപാടുകൾ, എന്തുവേണ്ട എന്തെല്ലാം തീവ്രവാദ, ഭീകരവാദ, വർഗീയത ഒക്കെ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേലിയ ഇവിടുത്തെ അല്ലേലിയ മനുഷ്യന്റെ ജീവിത രീതിയുടെ കുറവ് കൊണ്ടാണ്. അതിൽ നിന്ന് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം വിളിച്ചു പറയുന്നത്. സുവിശേഷം വിളിച്ചു പറയുന്നവരെ കൊന്നൊടുക്കാൻ വരുമ്പോൾ ദൈവം അവരെ പടയിൽ തനിക്ക് മനോഹര തുരങ്കങ്ങളായി മാറ്റും. അവർക്ക് ദൈവം കുതിരയുടെ ബലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ മേൽ ഇറങ്ങി വരികയാണ്. ആദിമ കാലഘട്ടങ്ങളിൽ പത്രോസാദിയായ ദൈവത്തിന്റെ ദാസന്മാർ, അപ്പോസ്തലന്മാർ സുവിശേഷം വിളിച്ചു പറഞ്ഞപ്പോൾ അവരെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് കാരാഗ്രഹത്തിലടച്ച അനവധി സംഭവങ്ങളുണ്ട്. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോഴും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിൽ പത്രോസിനെ വിടിപ്പിച്ചു കൊണ്ടുവന്ന മനോഹര തുരങ്കമായി പത്രോസിനെ വീണ്ടും സുവിശേഷത്തോടെ നിർത്തിയ സംഭവം നമുക്കുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ അവർ പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയെങ്കിലും കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഹര തുരങ്കമായി പൗലോസിനെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. അത് ഈ കാലഘട്ടത്തിലും ദൈവം തന്റെ ജനത്തെ സ്തോത്രം പടയിൽ ഹല്ലേലൂയ സ്തോത്രം തനിക്ക് മനോഹര തുരങ്കങ്ങളായി മാറ്റുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ കർത്താവിന്റെ മനോഹരമായ തുരങ്കങ്ങളാ. ഹല്ലേലൂയ. ശക്തിയാർച്ച കുതിരശക്തിക്ക് ബലമുള്ളവരാ നിങ്ങൾ. അത് ഭൂമിയിലെ ആക്ഷരികമായി കുതിരയുടെ ശക്തിയല്ല ബലിയോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിന്നെ നിറച്ചിരിക്കുക. പുതിയ നിയമസഭയുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, സുവിശേഷകന്മാർ ഈ ഭൂമി സുവിശേഷം വിളിച്ചു പറയുന്നത് മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. അല്ലേ? നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ അല്ലെങ്കിൽ മന്ത്രി ഗണേഷ് കുമാർ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഭൂമിയിലുള്ള സകലജനം, പ്രത്യേകിച്ച് കേരളത്തിൽ വാഹനാപകടങ്ങൾ പെരുകുന്നു. വാഹനാപകടങ്ങൾ പെരുന്നുകൊണ്ട് നാം മനോഹരമായി വാഹനം ഓടിച്ചാൽ, മനോഹരമായി വാഹനം കൈകാര്യം ചെയ്താൽ, മയക്കുമരുന്ന് ലഹരികളില്ലാതെ സുബോധത്തിന്റെ ആത്മാവിൽ വാഹനം ഓടിച്ചാൽ വളരെ സമാധാനം, ആശ്വാസം, രക്തച്ചൊരിച്ചിലും ഇല്ലാതെ നമ്മുടെ കേരളത്തെ സൂക്ഷിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടു. അല്ലേരിയ, ശരിയല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഭൂമിയിലെ ഭൂമാവികളും അബ്ഗാരിമാവികളും അല്ലേയ ഇവിടെ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം കൊണ്ട് അവരുടെ അനുവാദത്തോടുകൂടി റോഡുകളെല്ലാം കൈവശപ്പെടുത്തി അതിനകത്ത് പടുകൂറ്റൻ മതിലുകൾ കെട്ടി മതിലിന് പുറത്ത് വീണ്ടും ഒരു പൂന്തോട്ടം കൂടെ ഉണ്ടാക്കി റോഡ് വകഞ്ഞെടുത്ത് പലരും സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നമ്മുടെ പഞ്ചായത്തുകളൊക്കെ കയറി ഇറങ്ങി റോഡുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് നോക്കിയാട്ട് റോഡിനകത്ത് കെട്ടിവെച്ചിരിക്കുന്ന വീടുകളും റോഡിനകത്ത് വളർന്നു വെച്ച മതിൽക്കെട്ടുകളും അതും പോരാഞ്ഞിട്ട് മതിലോട് ചേർത്ത് കപ്പ കൃഷിയും വാഴക്കൃഷിയും പയർ കൃഷിയും പൂന്തോട്ടങ്ങളും ഉണ്ടാക്കി റോഡ് വീണ്ടും അപഹരിച്ചെടുക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലേരിയ. ഇതിനൊക്കെ പെർമിഷൻ കൊടുക്കുന്ന നമ്മുടെ സർക്കാരും. അല്ലേരിയ. റോഡ് കെട്ടിയെടുത്ത്, റോഡ് വകഞ്ഞെടുത്ത്, റോഡിന്റെ വീതി കുറച്ച് റോഡിൽ കൃഷി ഇറക്കുമ്പോൾ, റോഡിൽ മതിൽ കെട്ടുമ്പോൾ നമ്മുടെ പഞ്ചായത്തും നമ്മുടെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ എന്തുകൊണ്ട് എതിർക്കുന്നില്ല? എതിർക്കാത്തതിന്റെ കാരണം അവർക്ക് വോട്ടുകൾ നഷ്ടപ്പെടും. വോട്ടുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവർ മൗന സമ്മതം കൊടുക്കും. രണ്ടാമതൊക്കെ പണം കുറയും. അതുകൊണ്ട് ഇതിനൊക്കെ അവകാശം കൊടുത്താൽ ഓടി ചെന്ന് പിരിവെടുക്കാം.
അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? വാഹനങ്ങൾ കൂടുവാൻ സ്ഥലമില്ലാതെ വന്നു, ജനത്തിന് നടക്കുവാൻ സ്ഥലമില്ലാതെ, സുരക്ഷിതത്വമില്ല. കൂടാതെ ഈ കാലഘട്ടത്തിൽ മദ്യപാനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നു. അല്ലേറിയ മദ്യശാലകൾ പെരുകുന്നു, മയക്കുമരുന്നുശാലകൾ പെരുകുന്നു, ബ്രാൻഡിക്കടകൾ, ബീവറേജുകളൊക്കെ പെരുകുന്നു. അങ്ങനെ എല്ലാം പെരുകി കഴിയുമ്പോഴത്തേനും മനുഷ്യൻ മദ്യലഹരിയിൽ ആറാടി നടക്കുകയാണ്. കൂടാതെ മയക്കുമരുന്നുകൾ സകല മുക്കിലും മൂലയിലും കിട്ടിത്തുടങ്ങി. അതുകൊണ്ട് മനുഷ്യൻ സുബോധം നഷ്ടപ്പെട്ട് MDMA അടക്കമുള്ള ലഹരികൾ കടിമയായി മാറിയതുകൊണ്ട് എന്ത് ചെയ്തു? വാഹനം ഓടിക്കാൻ പോലും കഴിയാതെ സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, പല ഡ്രൈവർമാർ വലിയ വണ്ടിയെ ഓടി വന്ന് അങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിങ്ങോട്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് പാൻമസാല എടുത്ത് കൈകൊണ്ട് തിരുമിയെടുത്ത് നാവിനടി വെക്കുന്നത് കണ്ടിട്ടില്ലേ? കർശനമായിട്ട് നിരോധിക്കണമെന്നേ. ഈ മദ്യത്തിന്റെ മയക്കുമരുന്ന് ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം കംപ്ലീറ്റ് കേരളത്തിൽ നിന്ന് മാറ്റിക്കളയണം. അല്ലേറിയ അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഉണ്ടാക്കണം, പ്രത്യേക നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരണം. അതില്ലാതെ ഭരിക്കുവാൻ കേരളത്തിന് കഴിയണം. അല്ലേറിയ മദ്യരൂപികളുടെ, മയക്കുമരുന്ന് രൂപികളുടെ ഇവിടുത്തെ അസത്യവാദികളുടെ രീതി പണങ്ങൾ കൊണ്ടല്ല കേരളം ഭരിക്കേണ്ടത്, രാജ്യം ഭരിക്കേണ്ടത്. മനുഷ്യന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കണം. അതുകൊണ്ട് സുബോധം നഷ്ടപ്പെട്ട് റോഡെല്ലാം കൂടെ വെട്ടിയെടുത്ത് കടകളും ഫാക്ടറികളും അതുപോലെ ഓടയൊക്കെ ആക്കി. റോഡെല്ലാം കൂടെ വെട്ടിയെടുത്ത് കൃഷിസ്ഥലമാക്കി മാറ്റി, മതിലുകൾ കെട്ടി. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ നിങ്ങൾ പലയിടത്തും സഞ്ചരിച്ചു നോക്കി, റോഡുകളെല്ലാം വെട്ടിയെടുത്ത് മതിലുകളാക്കി. ഇപ്പം ചില പെട്രോൾ പമ്പ് പണിയുന്നത് നിങ്ങൾ കണ്ടിട്ട്, പെട്രോൾ പമ്പ് പണിയുമ്പോൾ അവരുടെ സ്ഥലപരിമിതി കഴിഞ്ഞ് റോഡിലേക്ക് ഇറക്കി ടൈൽസ് നിരത്തും. എന്നിട്ട് അവർ വള്ളിച്ചരട് കെട്ടിവെക്കും, അതിനകത്തേക്ക് ആരും കയറാൻ പാടില്ല. റോഡിന്റെ സ്ഥലമാണ്. നിങ്ങൾ പലയിടത്തും ശ്രദ്ധിച്ചത് കാണാൻ കഴിയും. അല്ലേ ഏലുയ? എന്നിട്ട് ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നു. സുബോധം നഷ്ടപ്പെട്ടവൻ വാഹനം കുടിച്ചു വരുമ്പോൾ സുബോധം നഷ്ടപ്പെടുന്നു. അല്ലേ? എന്നെ കേൾക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നാം ദൈവത്തിലേക്ക് മടങ്ങി വന്ന് മാനസാന്തരം, സുവിശേഷം എന്ന് പറയുന്നത് നാം വിളിച്ചു പറയുന്നത് മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ മാനസാന്തരത്തിൽ മടങ്ങി വരണം. മദ്യപാനത്തിൽ നിന്ന്, മയക്കും ലഹരിയിൽ നിന്ന് വിടിവിക്കപ്പെടണം. അവൻ സ്വയബുദ്ധിയുള്ളവനായി, സുബോധമുള്ളവനായി മാറാൻ വേണ്ടിയാണ് സുവിശേഷം വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് സുവിശേഷം വിളിച്ചു പറയുന്നവനെ തകർക്കാൻ ശത്രു സൈന്യം എഴുന്നേൽക്കുമ്പോൾ ദൈവം അവരെ പടയിൽ തനിക്ക് അല്ലെങ്കിൽ മനോഹരമായ തുരങ്കങ്ങളാക്കി മാറ്റും ദൈവജനത്തെ. അപ്പം ദൈവജനത്തെ തകർക്കുവാൻ ശത്രു സൈന്യം എഴുന്നേൽക്കുമ്പോൾ ദൈവജനത്തോടു കൂടിയാണ്. യഹൂദാഗ്രഹമായിരിക്കുന്ന ജനത്തെ, യഹൂദാഗ്രഹമായി ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ജനം ലോകം ഒന്നടങ്കം എഴുന്നേറ്റാലും യഹൂദാഗ്രഹത്തെ, ഇസ്രായേൽ ജനത്തെ ദൈവം മനോഹരമായ തുരങ്കങ്ങളായി കുതിരയുടെ ബലം കൊടുത്ത് നിർത്തുവാണ്. അല്ലേലിയ. ഞാൻ ആദ്യം പറഞ്ഞ ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കണം. അല്ലേലിയ. നമ്മൾ മറ്റൊരാളുടെ ജീവന്റെ വില തിരിച്ചറിയണം. അല്ലേലിയ. നാം വാഹനം കൊണ്ട് ഓടി ഒരാളെ ഇടിച്ചു വീഴ്ത്തുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു മാതാവിന് പിതാവിന് മക്കളാണ്, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയാണ്, മക്കൾക്ക് അപ്പനമ്മമാരാണ്, അപ്പനമ്മമാർക്ക് മക്കളാണ്, സഹോദരങ്ങൾക്ക് സഹോദരങ്ങളാണ്. മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നഹിത, അഹങ്കാരത്തിന്റെ ഉന്നത പദവിയിൽ ഇരുന്നിട്ട് നിങ്ങൾ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കരുത്. അല്ലേലിയ. ഇതിനെല്ലാം നിയന്ത്രണം കൊണ്ടുവരണം. പരിപൂർണമായി നിയമനിർമ്മാണങ്ങൾ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരണം. അല്ലേലിയ. ഇവിടെ ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. അല്ലേലിയ. ഗതാഗത വകുപ്പ് മന്ത്രി അത് ഓർപ്പിച്ചപ്പോൾ ഞാൻ ഓർത്ത് അത് എനിക്ക് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ലേലിയ. അത് നമ്മളൊക്കെ സുബോധത്തോടെ വാരോടിക്കും. ഏകദേശം നിയമം ലംഘിക്കാൻ പാടില്ല. അപ്പൊ ആ ഭാഗം ഇവിടെ നിർത്തുക. ഇവിടെ നമ്മൾ ഇന്ന് സ്തോത്രം, പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്ത് നിന്ന് കേൾക്കുമ്പോൾ കുതിരകൾ മണത്തറിയുന്നത് പോലെ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വിരോധമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ ദൈവമക്കൾ അത് മനസ്സിലാക്കിയിട്ട് വിവേചിച്ചറിഞ്ഞിട്ട് അവർ ദൈവസനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. അല്ലേലൂയ. ഈ ദൈവമക്കൾക്ക് നേരെ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നേ. പണ്ടുള്ള പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്,
ആമൻ ചേരപ്പാമ്പിനെയും അല്ലെ പെന്തക്കോസുകാരനെയും ആമൻ ആർക്കും എന്തും ചെയ്യാമെന്ന് എന്ന് പറഞ്ഞാൽ അല്ലെ ചേരപ്പാമ്പിന് നേരെ നമ്മൾ വാളോ വടിയോ കമ്പോ കോഴിയോ കല്ലോ ഒക്കെ എടുത്താൽ അത് പെട്ടെന്ന് തലനാഴ്ത്തി ഓടിപ്പോയി പ്രാണരക്ഷാർത്ഥം എന്ന് പറഞ്ഞപോലെ പെന്തക്കോസുകാരനെതിരെ ആക്രോശത്തോടുകൂടി കടന്നു വരുമ്പോൾ അവരെ ഉപദ്രവിക്കാൻ കടന്നു വരുമ്പോൾ അവൻ ചെറുകി അങ്ങ് മാറിപ്പോകും. എന്തുകൊണ്ടാണ്? നിങ്ങളെ പേടിച്ചിട്ടൊന്നും അല്ല, നിങ്ങളെ ഭയപ്പെട്ടിട്ടൊന്നും അല്ല. നമുക്കെല്ലാം ഒറ്റ ജീവനേ ഉള്ളൂ, നമുക്കെല്ലാം ഒറ്റ ജീവിതമേ ഉള്ളൂ ഭൂമിയിൽ. ഞങ്ങൾ നിങ്ങളെ പേടിച്ചിട്ട് പോകുന്നതല്ല. പിന്നെന്താണ്? ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങ് മാറുന്നതാണ് അല്ലേ? ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി, ഒരു സമാധാനക്കേട് അസമാധാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മാറിപ്പോകുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടോ പ്രാപ്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ദൈവം പടയിൽ തന്നെ ദൈവത്തിന് വേണ്ടി മനോഹരമായി തുരകങ്ങളാക്കി ഞങ്ങളെ നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. കുതിരയുടെ ബലം തന്നു, കുതിരശക്തി തന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനെ നിറച്ച ആത്മശക്തിയെ ദൈവം ഞങ്ങളെ ഇവിടെ നിർത്തിയത് ആമേൻ സ്തോത്രം ഭൂമിയിൽ മല്ലടിക്കുവാനും യുദ്ധം ചെയ്യുവാനല്ല, ദൈവനാമത്തിന് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവജനത്തെ എല്ലാ കാലഘട്ടത്തിലും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിനക്കെതിരെ ശത്രു സൈന്യം എഴുതിത്താലും പിശാച് തല ഉയർത്തി നിന്നാലും, നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് പറഞ്ഞാലും, നിന്റെ നന്മയെല്ലാം ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞാലും, നിന്നെ ഈ ഭൂമി തന്നെ തുടച്ചു മാറ്റുവാൻ, നിന്റെ നാമം തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഹല്ലേലൂയ സാത്താന്യ ശക്തികൾ ഒന്നടങ്കം എഴുന്നേറ്റാലും, നീ പ്രാർത്ഥിക്കുന്ന ഭക്തനാണെങ്കിൽ, ദൈവത്തിന് വിശ്വസ്തയോടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന് വിശുദ്ധിയോടും വേർപാട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ, കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് നിത്യജീവനെ നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രുവിന് മുമ്പിൽ നീ പരാജയപ്പെടത്തില്ല. ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെടും. നിന്റെ ദൈവം മനോഹരമായ തുരങ്കമാക്കി മാറ്റും. അല്ലേ? മനോഹരമായ തുരകങ്ങളാക്കി ദൈവം നിങ്ങളെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നമ്മെ മനോഹരമായ തുരകങ്ങളാക്കി മാറ്റുമ്പോൾ നമ്മളെ കുതിരശക്തി ബലത്തിലേക്ക് വരികയാണ്. ആ ശക്തിയാണ് ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നത്. ഹല്ലേലൂയ. അപ്പം പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ പത്രോസ് ആദിയായ 120 പേര് ഹല്ലേലൂയ മർക്കോസിന്റെ മാളിക മുറിയിൽ ഹല്ലേലൂയ അവർ ഒരുമിച്ച് ഒരുബലപ്പെട്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവിടെ കൊടുമുഴക്കം ഉണ്ടാകുന്നവർ കൂടിയിരുന്ന വീട് മുഴുവൻ കുടുങ്ങി. ഹല്ലേലൂയ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടു. അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആ സമയത്താണ് പത്രോസ് 11 പേരുടെ കൂടെ എഴുന്നേറ്റ് മനോഹര തുരങ്കമായി. പത്രോസ് ഒരു മനോഹര തുരങ്കമായി സുവിശേഷത്തെ യേശുക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു വലിയ കൂട്ടം ജനത്തിന് മനസ്സംഗതം. അപ്പം പത്രോസിനെ എന്ത് ചെയ്തോടെ ദൈവം പടയിൽ തനിക്ക് മനോഹര തുരങ്കമായി മാറ്റി. ഒരു കുതിരശക്തി പത്രോസിന് കൊടുത്തെന്നുള്ളതാണ്. ആ കുതിരശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതാണ് ദൈവത്തിന്റെ സഭയ്ക്ക് നൽകുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ആത്മാവിന്റെ ശക്തി അറിയപ്പെടണം. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് ആവശ്യമെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, ആത്മാവിന്റെ അഭിഷേകമാണ്. അല്ലെങ്കിൽ ആത്മാവിന്റെ അഭിഷേകമുള്ളവനെ, ആത്മശക്തി ഉള്ളവനെ ശത്രുവിനെ തകർക്കാൻ കഴിയത്തില്ല. നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ നീയാണ് ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠനായവൻ. ഹല്ലേലൂയ. അഭിഷേകം നിന്റെ മേലില്ലെങ്കിൽ സകല ശത്രുക്കളും നിനക്ക് നേരെ എഴുന്നേക്കും. അല്ലെങ്കിൽ അഭിഷേകമുള്ള നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ശത്രു എത്ര പ്രബലനായിരുന്നാലും, ശത്രു എത്ര ഉന്നതനായിരുന്നാലും, ഹല്ലേലൂയ അവൻ ആയുധം ധരിച്ച് നിന്റെ നേരെ പടയ്ക്ക് നേരെ വന്നാലും, ഹല്ലേലൂയ അഭിഷേകമുള്ള ദാവീദ് കവണിയിൽ ഒരു കല്ലെടുത്ത് വീശിക്കഴിഞ്ഞപ്പോൾ ഗോലിയാത്തിന്റെ തല തകർന്നെങ്കിൽ, ഹല്ലേലൂയ അഭിഷേകമുള്ള ദൈവത്തിന്റെ എതിരെ, ഹല്ലേലൂയ നീ ദൈവത്തിന് ഉറപ്പോടുകൂടി നിൽക്കുന്നെങ്കിൽ ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗോലിയാത്തും ഹല്ലേലൂയ ദാവീദും കൂടെയുള്ള ശക്തമായ പോരാട്ടത്തിൽ മലനായ ഗോലിയാത്തിനെ ഹല്ലേലൂയ ദാവീദ് തകർക്കാൻ കാരണമായി തീർന്നു. കാരണം ദൈവം ദാവീദിനെ എന്ത് ചെയ്തു? മനോഹരമായ തുരകമാക്കി മാറ്റി. പടയിൽ പടയിൽ ഹല്ലേലൂയ തനിക്ക് ദൈവത്തിന് മനോഹരമായ തുരകമാക്കി ദാവീദിനെ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദാവീദിന്റെ കയ്യിലെ കവണിയിലെ ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിന്റെ തല തകർന്നു.
ഹല്ലേലൂയ. അതായത് ദൈവം നിന്റെ മേൽ വലിയൊരു ആത്മാവിന്റെ ശക്തിയാണ് പകർന്നിരിക്കുന്നത്. ആത്മശക്തിയെക്കുറിച്ച് നാം തിരിച്ചറിയുമ്പോഴാണ് ദൈവവചനത്തിന്റെ മാധുര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ നിറയപ്പെട്ടതാണ്, പ്രതിസന്ധികളിൽ കൂടെ നിറയപ്പെട്ടതാണ്. പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാം ദൈവസന്നിധി എപ്പോഴും ഉറപ്പുള്ളവരായിരിക്കണം. ഇവിടെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് പറയട്ടെ, കാരണം കർത്താവിന്റെ സന്നിധി ദൈവനാമത്തിന് വേണ്ടി യുദ്ധത്തിന് ശ്രേഷ്ഠമായ കുതിരകളായി നമ്മൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നാം ദൈവസന്നിധിയില് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയുള്ള കുതിരകളെ പോലെ നാം ആയി മാറണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു മഹാപരാക്രമശാലിയെ പോലെ തന്നെ നിങ്ങൾ മാറണം. ഒരു മഹാപരാക്രമശാലിയെ പോലെ നിങ്ങൾ മാറണമെന്ന്. ഹല്ലേലൂയ. ബലഹീന പാണ്ഡമായ നിങ്ങളെ ആത്മീയുദ്ധത്തിൽ ശക്തിയായി ദൈവം പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ. നിങ്ങൾ ഈ ബലഹീനമായ ഫാണ്ടക്കെട്ട് പോലെയായി മാറാതെ, ബലഹീനനായ മനുഷ്യൻ ഫാണ്ടക്കെട്ടും ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ നിങ്ങൾ പോകാതെ, ഈ പോർക്കളത്തിൽ, ഈ യുദ്ധക്കളത്തിൽ, ഹല്ലേലൂയ, ഈ ഭൂമി ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ കർത്താവിന് വേണ്ടി മനോഹരമായ തുരകങ്ങളായി മാറണം. ഹല്ലേലൂയ. കുതിരയ്ക്കുള്ള ബലത്തിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ യുദ്ധങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കലങ്ങണ്ടെന്ന, യുദ്ധങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവിന്റെ നാമത്തിനും സുവിശേഷത്തിന് വിരോധമായി ശത്രു സാത്താൻ എഴുന്നേൽക്കുമ്പോൾ അവയെ കണ്ട് നീ പതറിപ്പോകണ്ട. അവൻ ഭയങ്കര തന്ത്രശാലിയ, സാത്താൻ ഭയങ്കര സൂത്രക്കാരനാണ്. അവൻ സകല തന്ത്രങ്ങളും വരഞ്ഞുകൊണ്ട് നിനക്ക് നേരെ, നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറക്കെതിരെ കടന്നു വരും. അതിനകത്ത് നീ പതറിപ്പോകണ്ട. ഹല്ലേലൂയ. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ കർത്താവിന്റെ ശക്തമായി ദൈവത്തിന്റെ കരങ്ങൾ ഇതിനെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അപ്പം നാം ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. ഓർത്ത് നോക്കിയേ, ഞാൻ ഇന്നലെയും പറഞ്ഞു, നമ്മളിപ്പം പ്രാർത്ഥിക്കേണ്ട സമയമാണ്, ദൈവത്തിന് ഇടിഞ്ഞു നിൽക്കേണ്ട സമയമാണ്, ഉണരേണ്ട സമയമാണെന്ന് പറഞ്ഞ് എന്തിന്? ഈ ഭൂമിയിൽ നടക്കുന്ന അക്രമങ്ങൾ, അരാജകത്വങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിന്റെ സ്ഥിതി കാണുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, കണ്ണ് നിറയാത്തവന് കണ്ണ് നിറയുന്ന ഒരു കാലഘട്ടമാണ്. അല്ലേ? അത്രമാത്രം മയക്കുമരുന്ന് പെരുകി. ഹല്ലേലൂയ. യൗവനക്കാരികൾ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ പോലും ലഹരിക്ക് അടിമയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭവനത്തിനകത്ത് ആവശ്യാനുസരണം മദ്യം വാങ്ങി കൊണ്ടുവന്ന് വെച്ച് കുടിച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് കുഞ്ഞുങ്ങളെ മുമ്പിൽ നിർത്തി അവരുടെ ആട്ടം കാണുന്ന പേരൻസ്, മാതാപിതാക്കൾ, അവർ വളർന്നു വരുമ്പോൾ എന്ത് ചെയ്തു? പുറത്തിറങ്ങി കുടിക്കുന്നു, സകല ലഹരി ഉപയോഗിക്കുന്നു. അവർ ദേശത്തിന് പ്രതിസന്ധിയായി മാറുന്നു. അങ്ങനെയുള്ളവരാണ് ഈ മാതാപിതാക്കളെയൊക്കെ ഇപ്പം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നേരായ പാതയിലൂടെ വളർത്തിയെടുത്താൽ അവർ നേരായ പാതയിൽ വരും. ഹല്ലേലൂയ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കുക. അങ്ങനെ വൃത്തനായാലും അവനെ പാലിക്കുമെന്നാണ്. അപ്പം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ പഠിപ്പിക്കണം. ചെറുപ്പം തൊട്ടേ കള്ളു കുടിച്ച് പഠിപ്പിക്കുകയല്ല, കള്ളു കൊടുത്ത് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അവനെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കണം. ഹല്ലേലൂയ. അവനെ ദൈവത്തിന് വളർത്തിയെടുക്കണം. അവൻ ദൈവ ഭയമുള്ളവനായി മാറണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ മക്കൾ സമാധാനത്തിൽ ജീവിക്കും. അല്ല, അവരുടെ കുടുംബത്തിന് സമാധാനമായിരിക്കും. അങ്ങനെയുള്ളവരുടെ മക്കൾ എന്ത് ചെയ്യും? ദൈവത്തിന് വേണ്ടി ഈ പടയില് മനോഹരമായ തുരകങ്ങളായിരിക്കും. പ്രൈസറോ. ഹല്ലേലൂയ. നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അപ്പൊ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കണം. സ്തോത്രം. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് സകല അശുദ്ധമായതിനെ തുടച്ചു നീക്കണമെങ്കിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന അരാജകത്വം, ഭാരതത്തിൽ നടക്കുന്ന അരാജകത്വം, കണ്ണുനീരിന്റെ അനുഭവങ്ങളെ നമ്മെ തുടച്ചു നീക്കണമെങ്കിൽ നാം നിൽക്കുന്ന ആത്മീയ യുദ്ധത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി മനോഹര തുരകങ്ങളായി എഴുന്നേറ്റ് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം വരണം.
നമുക്ക് ഇന്ന് നമ്മുടെ ഈ കേരളത്തിന് അനവധി കുടുംബശ്രീയുണ്ട്, സ്ത്രീശക്തിയൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അല്ലേരിയ കുടുംബശ്രീ സ്ത്രീശക്തിയൊക്കെ വളരെ ശക്തമാണ്. അല്ലേരിയ എല്ലാ കാര്യങ്ങൾക്കും ഒരു മുമ്പിലുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുടുംബശ്രീ ആയിരുന്നാലും സ്ത്രീശക്തി ആയിരുന്നാലും രാഷ്ട്രീയ പാർട്ടി എല്ലാവരും അതിനകത്തുണ്ട്. ഈ കുടുംബശ്രീക്കകത്തും സ്ത്രീശക്തിക്കകത്തും ഇവിടുത്തെ അല്ലെങ്കിൽ BJP-ക്കാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, UDF-കാരുണ്ട്, LDF-കാരുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ ചേർന്നതാണല്ലോ ആ സംഘടന എന്നൊക്കെ പറയുന്നത്. അതിനകത്തുള്ള സഹോദരങ്ങൾ ഒന്നിച്ചൊരു തീരുമാനമെടുക്കണം. ഞങ്ങളുടെ വീട്ടിലെ യൗവനക്കാർ, ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ ഭർത്താക്കൾ മദ്യപിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരരുത്, അങ്ങനെ വരാൻ പാടില്ല എന്ന് കർശനമായ ഒരു നിലപാടെടുത്താൽ അല്ലേലിയ എടുത്ത ഒരു 100% അത് വിജയിക്കുമെന്ന് ചിന്തിക്കുന്നവനെ ഞാൻ. കാരണം കുടുംബശ്രീയൊക്കെ അത്രമാത്രം ശക്തമാണ്. ഞാൻ അവരെ വളരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കാരണം അവർ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭവനത്തിനകത്ത് ആദ്യമേ ഒരു തീരുമാനം കൊണ്ടുവരണം. മദ്യപാനം പാടില്ല, മക്കൾക്ക് മാതൃകയായിരിക്കണം, ദേശത്ത് മാതൃകയായിരിക്കണം. അതേ കുടുംബത്തിൽ തന്നെ ആരംഭിക്കട്ടെ. കുടുംബശ്രീ സ്ത്രീശക്തിയിൽ നിന്ന് തന്നെ സഹോദരിമാരുടെ ഇടയിൽ തന്നെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി, ഒരു മാനസാന്തരത്തിന് വേണ്ടി, ജനത്തിൽ ജനത്തെ, കുടുംബത്തെ തകർക്കുന്ന അന്ധകാരത്തിന്റെ ഒരു വിടുതല്, അതൊരു മോചനം നമ്മൾ ആരംഭിക്കണം. അല്ലേ? അങ്ങനെ വന്ന ഈ അബ്ഗാരികളെയൊക്കെ തുടച്ചു മാറ്റാൻ കഴിയും. സ്ത്രീകൾ ഒന്നടങ്കം എഴുന്നേൽക്കണം, ശക്തമായിട്ട് ഇത് ഭിന്നത പാടില്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഒരു ശുദ്ധീകരണം കേരളത്തിനകത്ത് ഒരു സമാധാനം വരാൻ വേണ്ടിയിട്ടാണ്. ലേലിയ എന്താണ് നമ്മൾ കേൾക്കുന്ന ഓരോ ദിവസം വാർത്തകൾ കേൾക്കുന്നത്? എന്താണ്? ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ, സങ്കടപ്പെടുന്ന വാർത്തയല്ലേ, ഏത് മനുഷ്യനെ ഹൃദയം പൊട്ടുന്ന വാർത്തകളല്ലേ കേൾക്കുന്നത്? രക്തച്ചുരിച്ചില്ലാത്ത ഏതെങ്കിലും ദിവസമുണ്ടോ? രക്തച്ചുരിച്ചില്ലാത്ത ഏതെങ്കിലും ദിവസം കേരളത്തിലുണ്ടോ? ഇന്ന് 14 ജില്ലകളിൽ കേരളത്തിന്റെ 1446 വില്ലേജുകൾ പരിശോധിച്ച് നോക്ക്, എവിടെയും അക്രമങ്ങൾ മാത്രമാണ്. ലേലിയ ഇവിടെ ദൈവസഭ ഉണരണം. ഇവിടെ ദൈവസഭ എന്ത് ചെയ്യണം? ദൈവത്തിനു വേണ്ടി മനോഹരമായ തുരങ്കങ്ങളായി, കുതിരശക്തിയുള്ളവനായി, കുതിരബലമുള്ളവനായി, ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്ത് ഉപവാസത്തിലും പ്രാർത്ഥനയിലേക്കും മടങ്ങി വരണം. രക്തം ചെയ്യും. അല്ലേലിയ. അപ്പൊ നാം ദൈവത്തിന് വേണ്ടി നമ്മൾ ഭയപ്പെടേണ്ട, ശത്രുക്കളെ കണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഷ്ടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പാഞ്ഞെടുക്കുമ്പോൾ ജയഗംഭീരത്തോടെ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയണം. അല്ലേലിയ. നിങ്ങൾ യുദ്ധങ്ങൾ കാണുമ്പോൾ, എതിരുകൾ കാണുമ്പോൾ, എതിരാളികളെ കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ജയവീരനായ കർത്താവിന്റെ മക്കളായി ജയഗംഭീരത്തോടെ, ജയ വിളിയോടുകൂടി, ജയനാഥത്തോടെ, സ്തുതി സ്തോത്രങ്ങളോടെ നിങ്ങൾ സന്തോഷിക്കണം. ശത്രുവിന്റെ മൂർഖഭാവം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേയില്ല. ശത്രുവിന്റെ സ്വഭാവം മൂർഖന്റെ സ്വഭാവമാണ്. അല്ലേലിയ. മൂർഖം പാമ്പ് നമ്മളെ സ്നേഹിക്കത്തൊന്നുമില്ല. മൂർഖം പാമ്പ് നമ്മളെ താലോലിച്ചൊന്നും വളർത്തില്ല. മൂർഖം പാമ്പിനെ നമ്മളെ കിട്ടിയാൽ നമ്മളെ കൊത്തി ആക്രമിച്ച് കൊന്നുകളി എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ കയ്യിലേക്ക് നമ്മെ കിട്ടിയാൽ ശത്രുവിന്റെ സ്വഭാവം മൂർഖഭാവമാണ്. അല്ലേലിയ. അങ്ങനെയുള്ള മൂർഖഭാവത്തോടുകൂടി കടന്നു വരുന്ന ശത്രുവിനെ കണ്ട് നീ ഭയപ്പെട്ട് പോകണ്ടെന്ന്. അല്ലേലിയ. അതിന്റെ നടുവിൽ നീ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ദൈവത്തിന് ഉപവസിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളും മാനസാന്തരപ്പെട്ട് നിത്യജീവനെ പ്രാപിക്കണം. നിത്യജീവനെ പ്രാപിക്കുവാൻ ഏക അടിസ്ഥാന സുവിശേഷമാണ്. മനുഷ്യന് മാനസാന്തരപ്പെടാൻ ഏക മാർഗം സുവിശേഷമാണ്. ഒരുവൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ വചനം അല്ലേലൂയ അവൻ ആവശ്യമായ ഒന്നാണ്. അല്ലേലൂയ. അവിടെ ശത്രുവിന്റെ മൂർഖഭാവത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അവൻ നിങ്ങളെ ജയിക്കില്ല. നിങ്ങൾ കർത്താവിന് വേണ്ടി യുദ്ധ കുതിരകളായി മാറണം. ശത്രു നിങ്ങളെ ജയിക്കാതിരിപ്പാൻ നിങ്ങൾ കർത്താവിന് വേണ്ടി മനോഹരമായ തുരങ്കങ്ങളായി, യുദ്ധ കുതിരകളായി മാറണം. അതുകൊണ്ടാണ് സക്രിയ പ്രവാചകൻ നിസ്സാരഗൃഹത്തിന്റെ ഭാവി കാലത്തെ വീക്ഷിച്ചുകൊണ്ട് അവരുടെ ഇടയിലെ എല്ലാം അശുദ്ധമായതിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ പടയിൽ കർത്താവിന് വേണ്ടി മനോഹരമായ തുരങ്കങ്ങളായി മാറണം. സക്രിയ ആത്മാവിൽ പ്രവചിച്ചതല്ലേലുയ. അത് ഈ വചനമൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരികയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം മാനസാന്തരപ്പെട്ടാൽ, ലേലിയ, നമ്മൾ മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ കുടുംബം മാനസാന്തരപ്പെടും. ഞാനിത് പറയാൻ കാരണം ഞാൻ എത്രയോ പ്രാവശ്യങ്ങൾ, പല പ്രാവശ്യങ്ങൾ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നീണ്ട 25 വർഷം അല്ലേരിയ 25 വർഷം തിരിച്ചറിവായപ്പോൾ അല്ലേരിയ തിരിച്ചറിവായതിനു ശേഷം 25 വർഷം മദ്യത്തിന്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ ആളാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, എൻ്റെ കുടുംബത്തിലൊക്കെ ഞാൻ ജനിച്ച് പിച്ച വെച്ച് നടക്കുന്ന എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് മദ്യം വിളമ്പി എനിക്കൊക്കെ തന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങൾ കൂത്താടുന്നത് കണ്ട് സന്തോഷിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ
അല്ലേരിയ. എനിക്ക് തോന്നുന്നു ഞാൻ അല്ലരിയ 1ാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു എൻ്റെ അപ്പനും അപ്പൻ്റെ സഹോദരങ്ങളും അപ്പൻ്റെ വീട്ടുകാരും അയൽവാസികളും എല്ലാം കൂടി ഇന്ന് അന്നത്തെ ചാരായൊന്നും അറിയത്തില്ല. അന്ന് തന്ന് കുടിച്ചിട്ട് ഞാനൊക്കെ സുബോധം നഷ്ടപ്പെട്ട് തുള്ളിച്ചാടി നടക്കുന്നത് കണ്ട് ചിരിച്ച് എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഓർക്കുന്നുണ്ട്. അല്ലേരിയ. പിന്നത്തെ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? പിന്നത്തെ ഇതിൽ ഞാനൊക്കെ വളരുവാൻ തുടങ്ങി. വളർന്നു വന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അപ്പനേക്കാളും അമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും ബന്ധുക്കളെക്കാളും അപ്പൻ്റെ സഹോദരങ്ങളെക്കാളും ഒക്കെ മുഴുത്ത മദ്യപാനിയായി മാറിയാൻ. കാരണം വീട്ടിലെ മാതൃകയല്ലേ. അങ്ങനെ 25 വർഷം മദ്യത്തിന് അടിമകളായി കിടന്ന് മദ്യത്തിന് അടിമയായി ജീവിച്ച എന്നെയാണ് ദൈവം വിളിച്ച് വേർതിരിച്ച് നിത്യജീവൻ തന്ന് സുവിശേഷം എൻ്റെ കയ്യിൽ തന്ന് പടയ്ക്ക് പുറപ്പെടുന്ന കുതിരയെപ്പോലെ ദൈവത്തിന് വേണ്ടി പടയിൽ അണിനിരക്കുവാൻ ഒരു മനോഹര തുരകമായി ദൈവം എന്നെ മാറ്റിയത്. പ്രൈസറോ അല്ലേരിയ. എനിക്ക് ഒരുപാട് ജീവിത സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് നമ്മൾ മടങ്ങി വരണം. നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മളൊന്ന് തീരുമാനിച്ചാൽ മതി. നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മൾ തീരുമാനിച്ചു, എനിക്ക് മദ്യം വേണ്ട, എനിക്ക് മയക്കുമരുന്ന് വേണ്ട, എനിക്ക് ലഹരി ഒന്നും വേണ്ട, എനിക്ക് സമാധാനം മതി, സമാധാനമുള്ള ജീവിതം മതി, സമാധാനമുള്ള കുടുംബം മതി, ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മക്കളും അപ്പനും അമ്മയും ദൈവത്തിന് സന്തോഷിക്കുന്ന സമാധാനമുള്ള കുടുംബം മതിയെന്ന് നിങ്ങളൊരു തീരുമാനമെടുത്താൽ നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കും. ഞാൻ പറയട്ടെ, 2001 ഞാൻ എൻ്റെ മദ്യപാനം നിർത്തിക്കഴിഞ്ഞതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് ഒറ്റയടിക്ക് നിർത്തുകയത്. 2001 ഞാൻ എൻ്റെ മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, മയക്കുമരുന്നുകൾ നിർത്തി, എല്ലാ അസന്മാർഗമായ ജീവിതം നിർത്തിയതിന് ശേഷമായി എൻ്റെ ജീവിതത്തിൽ അന്ന് തൊട്ടുണ്ടായ സമാധാനമാണ് ഞാൻ സുവിശേഷമായി നിൽക്കാൻ കാരണം. അതുകൊണ്ട് അന്നുതൊട്ട് ഇതുവരെ എൻ്റെ കർത്താവിന് വേണ്ടി മനോഹരമായ തുരങ്കങ്ങളുമായി 1000കണക്കിന് 10000കണക്കിന് കോടാനുകൂടി ജനത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് മുഴങ്ങാലും അടക്കി പ്രാർത്ഥിക്കും. എൻ്റെ സ്വന്തക്കാർക്കോ ബന്ധക്കാർക്കോ ഒന്നും വേണ്ടിയിട്ടല്ല, നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ജനത്തിന് വേണ്ടി ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങിവ. അല്ലേരിയ. മദ്യപാനിയായി എന്നെയൊക്കെ ദൈവത്തിന് ഇത്രമാത്രം രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അല്ലേരിയ, നിങ്ങളെയൊക്കെ ദൈവം എത്ര ശക്തമായിട്ട് ഉപയോഗിക്കും. അത് ദൈവത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടണം. നീ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഈ ഭൂമിയിൽ നിങ്ങൾ 70-80 വയസ്സ് ജീവിച്ച് ഒരുപക്ഷെ അല്പം കൂടെ മുമ്പോട്ട് പോകാം. നിങ്ങൾ ലോകം മുഴുവൻ നേടിയിട്ട് നിങ്ങളുടെ പ്രാണനെ നഷ്ടമാക്കി, നിങ്ങളുടെ ആത്മാവിനെ നഷ്ടമാക്കി നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ഇന്ന് നീ മരിച്ചാൽ നിത്യതയിൽ ഉണ്ടാകുമോ? ഹല്ലേലൂയ. മനുഷ്യന് ദൈവം മരണം വെച്ചിട്ടുണ്ട്, മരണാനന്തര ജീവിതം വെച്ചിട്ടുണ്ട്. മരണവും മരണാനന്തര ജീവിതവും മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നീ മരിച്ചാൽ നീ നിത്യതയിൽ ദൈവരാജ്യത്തിൽ ഉണ്ടാകുമോ? അതോ ഈ ലോകത്തിന്റെ വെറുപ്പത്തിൽ അകപ്പെട്ട് ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ഇന്ന് നീ മരിച്ചാൽ നീ നരകത്തിലേക്ക് പോവുകയോ? മനുഷ്യൻ മരിച്ചതിന് ശേഷമായി മനുഷ്യന് വേണ്ടി എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും മരിച്ചു പോയ മനുഷ്യനെ പിന്നീട് അവന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയത്തില്ല. പാപപരിഹാരം വരുത്തുന്ന മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് നാം ദൈവത്തിന് നീതിയോടെ ജീവിച്ച് ഈ ലോകം വിട്ട് നമ്മൾ പോകണം. ഹല്ലേലൂയ. മരണാനന്തരമുള്ള ഒരു ശുശ്രൂഷ കൊണ്ടും ഒരു മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ പറ്റത്തില്ല. കാരണം മരിച്ചുപോയ മനുഷ്യൻ കേൾക്കുന്നില്ലല്ലോ. മനുഷ്യൻ മരിച്ചുപോയ ഉടനെ അവന്റെ ആത്മാവിൽ വേറെ വിട്ട് അവന്റെ ശരീരം ജഡം മാത്രമാണ് ഈ ഭൂമിയിൽ മണ്ണിൽ കുഴിച്ചിടുന്നത്. അല്ല, അതിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ആത്മാവ് ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ നാം ജീവനോടെ വസിച്ചപ്പോഴാണ് തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ബോധ്യപ്പെടേണ്ട. ശ്രോതാവേ, ഇന്ന് പകൽ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നതിന്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, എന്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, മദ്യത്തിനും മയക്കും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന ജനത്തിന് വേണ്ടി, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി, ഇവിടെ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി നീ ദൈവത്തിന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പടയിൽ, ദൈവത്തിന്റെ സഭയിൽ നീ ഒരു മനോഹര ദുരകമായ യുദ്ധത്തിന് ഒരുക്കിയിരിക്കുന്ന കുതിരയെപ്പോലെ നീ ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിനക്ക് നിന്റെ കുടുംബത്തെയും നേടിയെടുക്കാൻ കഴിയും. രക്തജയം. പ്രൈസലോ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ കുടുംബം നന്നാകും. നിങ്ങൾ കുടുംബത്തിന്റെ പിതാവ്. നിങ്ങൾ തീരുമാനിച്ച നിങ്ങളുടെ കുടുംബം നന്നാകും. ഹല്ലേലൂയ. കുടുംബത്തിന്റെ മാതാവ് തീരുമാനിച്ച കുടുംബം നന്നാകും. അപ്പം ഭാര്യ ഭർത്താവ് ഒന്നിച്ച് തീരുമാനിച്ച കുടുംബം നന്നാകും. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് വിഷക്കുപ്പി കൊണ്ടുവന്ന് കയറ്റി വെക്കരുത്. എന്താ? ബീവറേജിലും ബാറിലും കിടക്കുന്ന വിഷക്കുപ്പി വാങ്ങി കുപ്പിക്കണക്കിന് വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ അലമാരിയിലും ഷോക്കേസിലും നിങ്ങളുടെ ഫ്രിഡ്ജിലും സൂക്ഷിക്കരുതെന്നാണ്.
ചിലർക്ക് അരയ്ക്ക് ചുറ്റും വെച്ച് കെട്ടിക്കൊണ്ടാ പോകുന്നത്. ഏതാണ്ട് വലിയ ദ്രവ്യ നിധി കൊണ്ടുപോകുന്നവരാ. അല്ലെങ്കിൽ അരയ്ക്ക് ചുറ്റും മദ്യക്കൊക്കെ വെച്ച് ഞെളിഞ്ഞ് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പുള്ളി ആ രാജ്യം ഭരിക്കുന്നത് തോന്നും. അല്ലേ? എന്നിട്ട് ഈ മദ്യമൊക്കെ കുടിച്ചിട്ട് ആ മീശയൊക്കെ പിരിച്ച് ആ നേരെ അങ്ങോട്ട് നിന്ന് ചങ്കുമൊക്കെ നിവർത്തി നിന്ന് ആരെങ്കിലും രണ്ട് അസഭ്യമൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ഓരോർക്കുന്ന അവൻ ആ രാജ്യഭരണത്തിന് അവസാനം ആരുടെയും കയ്യിൽ 4 ബോർഡ് മേടിച്ച് വഴിയോരത്ത് കിടക്കും. അല്ലെങ്കിൽ നായ്ക്കൾ പോലും വന്ന് ആമി ശരീരത്തിൽ മുള്ളിച്ചു പോകുന്ന പ്രൈസോ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനം. നിന്റെ കുടുംബത്തെ ദൈവത്തിന് ആവശ്യമാണ്. നിന്റെ കുടുംബത്തിന് ലോകത്തിന് ആവശ്യമില്ല. നിന്റെ കുടുംബത്തിന് ലോകക്കാർക്ക് ആവശ്യമില്ല. അവർക്ക് നിന്നെ കൊണ്ട് ആവശ്യം മദ്യം കുടിക്കാനും മയക്കുള്ള അടിയുണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും കൊടി പിടിക്കാനും ലോകക്കാർക്ക് നിന്നെ കൊണ്ട് ആവശ്യം. പക്ഷെ ദൈവത്തിന് നിന്നെ കൊണ്ട് അതല്ല ആവശ്യം. ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യം നീ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി നിൽക്കണമെന്ന്. അല്ലെങ്കിൽ നീ കർത്താവിന് വേണ്ടി മനോഹര തുരങ്കങ്ങളായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ കർത്താവിന്റെ യുദ്ധക്കുതിരകളായി ശോഭിക്കണമെങ്കിൽ ആദ്യമായി നിങ്ങൾക്ക് കടിഞ്ഞാൺ ആവശ്യമാണ്. നിങ്ങൾ കർത്താവിന്റെ യുദ്ധക്കുതിര നിങ്ങൾക്ക് ആദ്യമായി കടിഞ്ഞാൺ ആവശ്യമാണ്. വളരെ പരിമിതിയുള്ളൊരു ജീവിതം ആവശ്യമാണ്. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നവരോ എന്ന് യാക്കോബിന്റെ ലേഖനം 3:3 വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. നിങ്ങളുടെ പരിപൂർണ ഇഷ്ടം നിറവേറുവാൻ വേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. നിങ്ങളുടെ സ്വയ ജ്ഞാനത്തെ മാറ്റിവെച്ച്, സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ച്, നിങ്ങളുടെ സ്വഹിതത്തെ മാറ്റിവെച്ച്, ജ്ഞാനമുള്ള ഭാവം മാറ്റി, അഹങ്കാരം, നിങ്ങളുടെ ഹൂങ്കാരങ്ങളെ മാറ്റിവെച്ചിട്ട്, നിങ്ങളുടെ പ്രതാപം മാറ്റിവെച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കുതിരയ്ക്ക് കടിഞ്ഞാൺ ആവശ്യമായതുകൊണ്ട് ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കപ്പൽ നങ്കൂരം ആവശ്യമായതുപോലെ നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കണം. ജീവിതത്തെ നീ ക്രമീകരിക്കണം. കർത്താവിന്റെ സമർപ്പിക്കണം. ദൈവവചനമായിരിക്കുന്ന കടിഞ്ഞാൺ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ ദൈവവചനമാകുന്ന കടിഞ്ഞാണിനാൽ നിങ്ങൾ നിറയപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തെ നേരെയായ പാതയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്ന്. ഹല്ലേലൂയ. ദൈവവചനം പറയുക, നിങ്ങളുടെ നാവ് കർത്താവിന്റെ ഇഷ്ടമായത് സംസാരിക്കണം. നിങ്ങളുടെ നാവ് കൊണ്ട് ദൈവത്തിന് ഇഷ്ടമായത് സംസാരിക്കണം. ഹല്ലേലൂയ. അപ്പം കർത്താവിന്റെ കുതിരകളായി നിങ്ങളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ അഗ്നിജാലിയായി മാറ്റും. ഹല്ലേലൂയ. കർത്താവിന്റെ കുതിരകളായി നിങ്ങളെ സമർപ്പിച്ചു കഴിയുമ്പോൾ കർത്താവ് നിങ്ങളെ അഗ്നിജാലിയായി മാറ്റും. ദാവീദ് തന്റെ ജീവിതത്തിൽ കടിഞ്ഞാണിട്ട കുതിരകളെ പോലെ ജീവിച്ചു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തികത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്ന് 39 സംഗീതം 2 വാക്യം വായിക്കുന്നു. 2-3 വാക്യങ്ങൾ. അതേ, ദാവീദ് മൗനമായി ദൈവസന്നിധിയിൽ അമർന്നിരുന്നപ്പോൾ ദൈവം ദാവീദിനെ സ്വർഗീയ അഗ്നിയാൽ നിറച്ചു. ഹല്ലേലൂയ. അത് നീ ദൈവസന്നിധി താഴ്ന്നു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ച്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം പരിശുദ്ധാത്മാവിനെ നിറച്ച്, ആമേൻ, നിന്നിൽ കൂടെ ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ ദൈവം സ്വർഗീയത്തെയാൽ നിറച്ച് അന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തീ ഇറങ്ങിയതുപോലെ, ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിന് തീ ഇറങ്ങിയതുപോലെ ഏലീശ പ്രാർത്ഥിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിമയമായ കുതിരകളും രഥങ്ങളാലും മലം നിറഞ്ഞതുപോലെ നീ ദൈവത്തിന്റെ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, സൈന്യങ്ങളെ യഹോവ ആമേ യഹൂദഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരങ്കമാക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞ വാക്ക് നിന്റെ കുടുംബത്തോട് നീ ഏറ്റെടുത്ത്, ജീവിതത്തെ ഏറ്റെടുത്ത് മാനസാന്തരം മടങ്ങി വന്ന് കർത്താവിന്റെ ഒരു പടക്കുതിരയെ പോലെ നീ ശോഭിക്കണം. നിന്റെ മക്കൾ പുറത്താൻ പടക്കുതിരെ പോലെ ചോദിക്കണം. ഈ ലോകത്തിന്റെ അശുദ്ധി വിട്ട് മടങ്ങുവാൻ ജീവിതം മാനസാന്തരപ്പെട. കണ്ണുകൾ അടയ്ക്കാം. തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ അധികാരികൾക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനാണ് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിന്റെ. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാനത്തുള്ള മദ്യത്തിനും മയക്കുവിനും വാത്സല്യത്തിനും ലഹരിക്കും അടിപ്പെട്ട് സകല ജഡികൾ, വീഴ്ചാര, വരസം, അശുദ്ധി, ദുഷ്കാമങ്ങൾ, ദുർമാർഗങ്ങൾ, അശ്ലീലമായ ജീവിത സാഹചര്യം കടന്നു പോകുന്ന കേരളത്തിലെ ഇന്ത്യയിലെ 29 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങളായി 143 കോടിയിലധികം ജനങ്ങൾ
തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ പെരുകുമ്പോൾ പരസ്പര സ്നേഹമില്ലാതെ സന്തോഷമില്ലാതെ തമ്മിലടിച്ച് ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോക രാജ്യം 800 കോടിയിലധികം ജനത്തെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കാൻ നടത്തപ്പെടാത്ത കർത്താവിടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക് ഭരണാധികാരികൾ, കർത്താവിന്റെ ജില്ല, കർത്താവ് നിങ്ങളുടെ ജില്ല, സംസ്ഥാന, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിൽ ജനത്തെയും അധികാരികളെയും കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾക്കാം BSS അടക്കമുള്ള എല്ലാ ക്രമസമാധാന പാലക നിയമ നിർമ്മാണ രംഗത്ത് രഹസ്യങ്ങളുടെ പോലീസിന്റെ വിവിധ ഭാഗങ്ങൾക്കായി സഹകരണമേല, പൊതുമേല, ആരോഗ്യമേല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്കിംഗ് മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന എല്ലാ രാജ്യരാഷ്ട്ര തലന്മാരെയും കരയിലും കടലും ആകാശമാർഗം വാഹന നിർമ്മിത സെയിൽസ് ചെയ്യുന്നവരെ കർത്താവിസോ കടലോര വാസികളെ, തീരദേശവാസികളെ കടമ സമുദ്രത്തെ ആളുകൾ മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്ന ഉടനിലേറിയ കർത്താവിനെ സോർ കൺഷൻ പ്രകാരം വോട്ടർ യൂണിയൻ രംഗത്ത് എല്ലാ രാജ്യങ്ങളുടെ ട്രൈബൽസിനെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അല്ലേലൂയ. കർത്താവ് സോദൻ സഹകരണമേൽ, പുതുമേൽ, ആരോഗ്യമേൽ, സാമ്പത്തികമേലായിരിക്കുന്ന ജനത്തിനായി കർത്താവ് വലിയ ചേർന്നു എല്ലാ വ്യാപാരികൾ, വ്യവസായം, വഴിയോര കച്ചവടക്കാരെ കർത്താവ് സ്തോത്രം. അല്ലേലൂയ. എല്ലാ സ്തോത്രം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിരുമയിലും കർഷക മേഖലയിലായിരിക്കുന്നവർക്കായി എല്ലാ പാർമടിയിലും കർത്താവ്, എല്ലാ കോറിയിലും കൺസ്ട്രക്ഷൻ രംഗത്തും എല്ലാ മെക്കാനിക് രംഗത്തും ആയിരിക്കുന്ന എല്ലാ ജനത്തെയും ഞങ്ങൾ പ്രാർത്ഥിക്കണം. പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുക, കഠിനാധ്വാനം ചെയ്യുന്ന സകല ജനത്തെയും ശൈശവത്തിനും ബാല്യക്കവും യുവനത്തിനും വാർത്തയും വൃത്താശന ായിരിക്കുന്ന സകല ജനത്തെയും, ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന സകല ജനത്തെയും, സകല കുടുംബങ്ങളെയും കർത്താവ് മാനസാന്തരം മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി പ്രയോജന പടക്കുതിരകളായി, മനോഹര ദുരംഗങ്ങളായി കർത്താവ് ആത്മശക്തി ഏറ്റെടുത്ത് കർത്താവിന്റെ നിൽപ്പാൻ കേരളത്തിൽ ജനത്തെ ഒരുക്കണമേ. കർത്താവ് ജനപാപത്തിൽ മടങ്ങി വരട്ടെ, ശാപത്തിൽ മടങ്ങി വരട്ടെ. ഈ നാളുകളിൽ കർത്താവിന്റെ രാഷ്ട്രത്തിന് ഒരു മാനസാന്തരം വയ്ക്കണമേ. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു തമ്മിൽ രക്തം ചുരിക്കാതെ, പരസ്പരം കുടുംബത്തിനകത്ത് കലഹമുണ്ടാകാതെ, കുടുംബത്തിലെ രക്തം ചുരി ഈ ഒരു കുലപാതകം ഉണ്ടാകാതെ, സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ കേരളത്തിലെ ലോകരാജ്യ സമാധാനത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജനം മടങ്ങിയ അബ്കാരി രോഗികളെ, മദ്യപാന രോഗികളെ, മദ്യരോഗികളെ, മയക്കു രോഗികളെ, കർത്താവ് അബ്കാരികളെ സന്ദർശിക്കണമേ. അവർ അനവധി കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന അനവധി കുടുംബങ്ങൾ രക്തച്ചൊരിച്ചിന് കാരണമായിരിക്കുന്ന മദ്യരോഗികളെ, മയക്കുമരുന്ന് രോഗികളെ ദൈവം തുടരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ ചെയ്തു കൂട്ടുന്ന നീചവും ഹീനവുമായ ക്രൂരമായ പ്രവർത്തികൾ എത്രയെത്ര കണ്ണുനീരാണ്, എത്രയെത്ര കാമി സങ്കടം, എത്രമാത്രം രക്തചുരിച്ചിലാണ് നടക്കുന്നത്. അതിന് ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജനത്തിന് മനസ്സാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.